ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ബുള്ളിയൻ നോട്ടാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യാൻ നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു ലൈൻ വരച്ചെടുക്കുന്നുണ്ട്. ഒരു ലൈൻ വരച്ചെടുത്ത് ഇനി നമുക്ക് ഇതിലാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഏത് സ്റ്റിച്ചാണോ ചെയ്യുന്നത് ആ സ്റ്റിച്ചിൻ്റെ മീതെ അതിൻ്റെ പേര് എഴുതി കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇത് 6 strands ആണ് കേട്ടോ എടുക്കുന്നത്. ഈ താഴെ നിന്ന് നീഡിൽ കുത്തിയെടുക്കുക. എന്നിട്ട് കുറച്ച് അകലത്തിൽ നമ്മൾ ആദ്യം കുത്തിയതിൻ്റെ തൊട്ടടുത്ത ആ പോയിന്റിലേക്ക് തന്നെ ഇതുപോലെ കൊടുത്ത് എന്ത് ചെയ്യാം, ഈ നീഡിൽ ചുറ്റി കൊടുക്കുക. നമ്മൾ ഫ്രഞ്ച് നോട്ടിന് 3 പ്രാവശ്യമാണ് ചുറ്റിയത് അല്ലേ. ഇത് നമുക്ക് മിനിമം 6, മാക്സിമം നമുക്ക് എത്ര വേണമെങ്കിലും ചുറ്റാം. ഇതിൽ ഞാനിപ്പോൾ ഒരു 15 ചുറ്റിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ വർക്കിൻ്റെ, അതായത് നമ്മൾ ഏത് വർക്കാണോ ചെയ്യുന്നത് ആ ഒരു ഇതിനനുസരിച്ചിട്ട് അതിൻ്റെ ലെങ്ത്തിനനുസരിച്ചിട്ടാണ് ഇത് ചുറ്റിയിട്ട് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഇതുപോലെ 15 സ്റ്റിച്ച് ചുറ്റി ഇതേപോലെ ആ ഒരു പോയിന്റിലേക്ക് തന്നെ കൊടുന്ന് താഴേക്ക് കുത്തിയിറക്കി കൊടുക്കുക. കണ്ടോ, ഇതിലേക്ക് കുത്തിയിറക്കുക. ഇതാണ് ബുള്ളിയൻ നോട്ട് കേട്ടോ. ഒന്നുകൂടി കാണാം. ഈ പോയിന്റിൽ നിന്ന് കുത്തി നമ്മൾ കുറച്ച് അകലത്തിൽ, എത്ര അകലം വേണോ ആ ഒരു അകലത്തിൽ നമ്മൾ കുത്തിയെടുത്ത ആ പോയിന്റിൽ, ഫസ്റ്റിൽ കുത്തിയെടുത്ത ആ ഒരു പോയിന്റിലേക്ക് നമ്മൾ കണ്ടോ ഇതുപോലെ കുത്തിയെടുക്കുക. എന്നിട്ട് ഈ നീഡിൽ നമ്മൾ ഇതുപോലെ ചുറ്റി കൊടുക്കുക. അല്ലാണ്ട് ടൈറ്റായിട്ട് ചുറ്റരുത് കേട്ടോ, കുറച്ച് ലൂസ് ഇടണേ. അപ്പോൾ നമുക്ക് ടൈറ്റ് ആക്കുമ്പം നമുക്കത് സൂചിയിൽ നിന്ന് ഇങ്ങോട്ട് വരാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ടൈമൊക്കെ ചെയ്യുമ്പോൾ നല്ല ബുദ്ധിമുട്ടാണ് കേട്ടോ. ഉരുക്ക് വീഴാനൊക്കെ നല്ല ചാൻസ് ഉണ്ട്. വളരെ പതിയെ വേണം. ഫസ്റ്റ് ടൈമിലൊക്കെ ചെയ്യുന്നവർ ഇത് വളരെ സൂക്ഷിച്ച് പതുക്കെ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ നിങ്ങളുടെ അറിവിൽ ആർക്കെങ്കിലും ഫാഷൻ ഡിസൈനിങ് പഠിക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ഒരു വീഡിയോയിൽ ഞാൻ ഫാഷൻ ഡിസൈനിങ്ങിൻ്റെ എല്ലാവിധ വീഡിയോസും ഇടുന്നുണ്ട് കേട്ടോ. സ്റ്റിച്ചിങ് വരുന്നുണ്ട്, അതുപോലെ ഹാൻഡ് എംബ്രോയിഡറിയാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ. ഇനി ആരി എംബ്രോയിഡറി വരുന്നുണ്ട്, മ്യൂറൽ പെയിൻറ്റിങ് വരുന്നുണ്ട്, ഗ്ലാസ് പെയിൻറ്റിങ്, ജ്വല്ലറി മേക്കിങ്, ഇതെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് അറിയുന്നവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ എങ്ങനെയാണ് ബുള്ളിയൻ നോട്ട് ചെയ്യാന്നുള്ളത്. ഇത് വളരെ പതുക്കെ ചെയ്യാം കേട്ടോ നമുക്ക്. അതുപോലെ ഇത് 6 strands ആണ് എടുത്തിട്ടുള്ളത്. 3 strands ഇട്ടാൽ ഇത് ഭംഗി ഉണ്ടാവില്ല. 6 strands ത്രെഡ് ഇട്ടിട്ട് വേണം ചെയ്യാനായിട്ട് കേട്ടോ. വളരെ പതുക്കെ ചെയ്യാം, കെട്ട് കൊടുക്കാനൊക്കെ ചാൻസ് ഉണ്ട്. അതുപോലെ സൂചിയിൽ ചുറ്റിയെടുക്കുമ്പോൾ നമ്മൾ വളരെ ടൈറ്റ് ആക്കാതെ ഒന്ന് ലൂസാക്കിയിട്ടിട്ട് ചെയ്ത് കൊടുക്കുക. അതുപോലെ നമ്മളിതുപോലെ ഇങ്ങനെ കൈ കൊണ്ടൊന്നിങ്ങനെ പിരിച്ച് കൊടുക്കുക കേട്ടോ. ആ പിരിച്ച് കൊടുക്കുമ്പം അത് താഴേക്ക് ഇറങ്ങിക്കോളും. ലൂസ് ആവാതെ നോക്കണം കേട്ടോ. അടിയിൽ ലൂസ് ഉണ്ടാവരുത്, ടൈറ്റിൽ വേണം നമ്മൾ ഇതുപോലെ കുത്തിയിറക്കാനായിട്ട് കേട്ടോ. താഴേക്ക് കൊടുത്തു. അപ്പോൾ നമ്മൾ ഈ ഒരു ലൈനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എങ്ങനെയാണ് ഒരു ബുള്ളിയൻ റോസ് ചെയ്യാന്നുള്ളത് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഇതുപോലെ ഒരു സർക്കിൾ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി സെൻറ്ററിൽ നിന്നും ഇതുപോലെ നീഡിൽ മീതേക്ക് എടുക്കുക. ഞാൻ ഇതിൽ ഫസ്റ്റ് ഒരു ബീഡ് കോർക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് തൊട്ടടുത്ത് തന്നെ ആ ഒരു ബീഡിനെ നമുക്കൊന്ന് ഉറപ്പിച്ച് നിർത്താം കേട്ടോ. ഇനി അതിൻ്റെ അടുത്ത് നിന്ന് ഇതുപോലെ ഒന്ന് എടുത്തിട്ട് തൊട്ടടുത്താണ് കേട്ടോ ഞാൻ കൊടുക്കുന്നത്. നമ്മൾ ഫസ്റ്റ് ബുള്ളിയൻ നോട്ട് ചെയ്തപ്പോൾ ഇങ്ങനെയല്ല, കുറച്ച് അകലത്തിലാണ് കുത്തിയത്. ഇത് ഞാൻ കുറച്ച് അടുത്തായിട്ടാണ് കൊടുക്കുന്നത് കേട്ടോ. ഈ ഒരു രീതിക്ക് വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. ഇതിൽ ഞാനൊരു 10-22 സ്റ്റിച്ചോളം ചുറ്റിയെങ്കിലും ചുറ്റുന്നുണ്ട് കേട്ടോ. അപ്പോഴേ നമുക്ക് ആ ഒരു ബീഡ് റൗണ്ട് ചെയ്തെടുക്കാനാണ്. അപ്പോൾ ഈ 22 സ്റ്റിച്ചൊക്കെ ചുറ്റുമ്പോഴാണ് നമുക്ക് ആ ഒരു റൗണ്ട് ചെയ്ത് വരാൻ പറ്റുള്ളേ. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? ഇല്ലെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കണം കേട്ടോ. കണ്ടോ, നമ്മളൊന്ന് ചുറ്റി നോക്കുക. പക്ഷെ അങ്ങോട്ട് എത്തിയിട്ടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഒന്നുകൂടി ഇതുപോലെ. അപ്പോൾ അടിയിൽ ലൂസ് ഉണ്ട്. അപ്പോൾ ആ ലൂസ് ത്രെഡിനെ വലിച്ചിട്ട് കറക്റ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ.
അപ്പോൾ ഈ ഒരു വർക്കൊക്കെ ചെയ്യാനായിട്ട് നമുക്ക് സ്റ്റാൻഡ് ആവശ്യമാണ്. അതായത് 2 കൈയും ഇതിന് യൂസാണ്. അപ്പോൾ നമുക്ക് 2 കൈ കൊണ്ടും കൂടി ചെയ്യാന്ന് പറഞ്ഞാൽ എളുപ്പമൊന്നുമല്ല. അപ്പോൾ സ്റ്റാൻഡ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഫ്രഞ്ച് നോട്ടിൻ്റെ ക്ലാസ്സിൽ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. കണ്ടോ, ഇപ്പോഴത്തെ ഈ ഒരു ബീഡിനെ നമ്മൾ ചുറ്റിയെടുത്തു. എന്നിട്ട് എന്ത് ചെയ്യുക, അതിനൊന്ന് ഉറപ്പിച്ച് നിർത്തുക. ഏതെങ്കിലും ഒരു ഭാഗത്ത് സെൻറ്ററിൽ ഇതുപോലെ എടുത്തിട്ട് അതിന് ഉറപ്പിച്ച് നിർത്തുക കേട്ടോ. ഈ ഒരു സ്റ്റിച്ചിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്തു നിന്ന് ഇതുപോലെ നീഡിൽ പുറത്തേക്ക് എടുക്കുക. കണ്ടോ, ഈ ഒരു അകലത്തിൽ ഇതുപോലെ സെയിം പോയിന്റിലേക്ക് തന്നെ നമ്മൾ കുത്തി കൊടുത്തിട്ട് എന്ത് ചെയ്യുക, ഇതേപോലെ നീഡിൽ ചുറ്റി കൊടുക്കുക. മനസ്സിലാവാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ബാക്ക് അടിച്ചിട്ട് കാണണം കേട്ടോ, എങ്ങനെയാണിത് ചെയ്തെടുക്കുന്നത് എന്നുള്ളത്. കണ്ടോ, എവിടെയാണോ അതിൻ്റെ എൻഡ് അവിടെ നമ്മൾ എന്ത് ചെയ്യുക, താഴേക്ക് ത്രെഡിന് കുത്തിയിറക്കി കൊടുക്കുക. ഈ ഒരു സ്റ്റിച്ചിൻ്റെ സെൻറ്റർ ഉണ്ടല്ലോ, കണ്ടില്ലേ, ഈ ഒരു സ്റ്റിച്ചിൻ്റെ സെൻറ്ററിലൂടെ ഇതുപോലെ നീഡിൽ പാസ് ചെയ്തെടുക്കുക. എന്നിട്ട് അടുത്ത സ്റ്റിച്ചിൻ്റെ കണ്ടോ, അതായത് ഫസ്റ്റത്തെ സ്റ്റിച്ച് ഉണ്ടല്ലോ അതിൻ്റെ അടുത്ത് നിന്നാണ് ഞാൻ ആ ഒരു പോയിന്റിലേക്ക് കുത്തി കൊടുത്തിട്ടുള്ളത് കേട്ടോ. നമുക്ക് 6 സ്റ്റിച്ചാണ് അതായത് മിനിമം വേണ്ടത്. നമ്മൾ ഫ്രഞ്ച് നോട്ടിന് 3 ചുറ്റാണ് ചുറ്റിയത്. പക്ഷേ ബുള്ളൻ നോട്ടിന് നമുക്ക് കൊടുക്കേണ്ടത് 6 മിനിമം. മാക്സിമം നമുക്ക് ഇതിൻ്റെ നമ്മുടെ ഈ ഒരു വർക്കിൻ്റെ ഇതിനനുസരിച്ചിട്ട് കൊടുക്കാം. പക്ഷേ ഒരു 20 സ്റ്റിച്ച് വരെ നമുക്ക് കൊടുക്കാം. അതിൽ കൂടുതലാകുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടാണ്, വേഗം പെട്ടെന്ന് കുരുക്ക് വരും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കാം കേട്ടോ. കണ്ടില്ലേ, മനസ്സിലാവണില്ലേ എങ്ങനെയാണത് നമ്മൾ കുത്തിയെടുക്കുന്നത് എന്നുള്ളത്. അപ്പോൾ 6 strands ത്രെഡ് ഇട്ടിട്ട് തന്നെ ചെയ്യണം കേട്ടോ ഈ ഒരു വർക്ക് ചെയ്യാനായിട്ട്. അതുപോലെ എല്ലാവരും ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക കേട്ടോ. കാണിക്കുന്ന സ്റ്റിച്ചുകളൊക്കെ ഒന്ന് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. ഒരു മോട്ടിഫിൽ ചെയ്ത് കൊടുക്കുക. ഞാൻ എങ്ങനെയാണ് ഇതൊക്കെ ചെയ്യേണ്ടതെന്നുള്ളത് ഫസ്റ്റത്തെ ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. നമ്മളെങ്ങനെയാണ് ട്രേസ് എടുക്കേണ്ടതെന്നും എങ്ങനെയാണൊരു പിക്ചറിലേക്ക് മോട്ടിഫ് ചെയ്യുക എന്നുള്ളതൊക്കെ ഞാനിതിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ഫാഷൻ ഡിസൈൻ പഠിക്കാൻ താല്പര്യമുള്ള ഒരുപാട് പേരുണ്ടാവും. അപ്പോൾ അവർക്കൊന്ന് യൂസ്ഫുൾ ആയിരിക്കും ഈ ഒരു വീഡിയോ കേട്ടോ. അപ്പോൾ അതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. കണ്ടില്ല, ഇതുപോലെ നമുക്ക് ആ റൗണ്ട് ഒന്ന് കംപ്ലീറ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഞാൻ വീഡിയോയുടെ സ്പീഡ് ഒന്ന് കൂട്ടിയിട്ടുണ്ടേ. എവിടെയാണോ നമ്മൾ ആ ഒരു സ്റ്റിച്ചിൻ്റെ എൻഡ് വരുന്നത് അവിടെയാണ് കുത്തിയിറക്കേണ്ടത് കേട്ടോ. അപ്പോൾ നമ്മളങ്ങനെ പിരിച്ചിട്ട് ആ ഒരു സ്പ്രിങ് പോലെയാണ് ഇത് കാണുക. അപ്പോൾ അതിൻ്റെ എൻഡ് എവിടെയാണോ അവിടെ നമ്മൾ എന്ത് ചെയ്യാം, ഇതുപോലെ താഴേക്ക് കുത്തിയിറക്കി കൊടുക്കുക കേട്ടോ. ത്രെഡ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഇവിടെ അവസാനിപ്പിച്ചിട്ട് എവിടെയാണോ നമ്മൾ അവസാനിക്കുന്നത്, അതായത് നമ്മുടെ ഈ ഒരു സ്റ്റിച്ചിൻ്റെ എൻഡ് എവിടെയാണോ അവിടെ താഴേക്ക് കുത്തിയിറക്കിയിട്ട് ഞാൻ വേറെ ത്രെഡ് ഇട്ടിട്ടാണ് ചെയ്യാൻ പോകുന്നത്.
അടുപ്പിച്ച് ചെയ്യണം കേട്ടോ, ഗ്യാപ്പ് ഉണ്ടാവരുത്. നമ്മൾ ഈ റോസ് ഇത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ കുത്തിയെടുക്കുന്നത് ഒരു സ്റ്റിച്ചിൻ്റെ തൊട്ടടുത്ത് തന്നെ വേണം കുത്തിയെടുക്കാനായിട്ട് കേട്ടോ. ഗ്യാപ്പ് വരുമ്പം ആ ഒരു പെറ്റൽസൊക്കെ ഭയങ്കര ബോറായിരിക്കും, ഒരു ഗ്യാപ്പിലായിരിക്കും ഇത് വരിക. അപ്പോൾ അടുപ്പിച്ച് ചെയ്യുമ്പോഴാണല്ലോ അതിന് ഭംഗി വരിക. അപ്പോൾ ആ ഒരു രീതിയിൽ ചെയ്ത് കൊടുക്കുക കേട്ടോ. നമ്മുടെ ഈ സ്റ്റിച്ച് കഴിയാറായിട്ടുണ്ട്. സെൻറ്ററിൽ ഇതുപോലെ ബീഡ് കൊടുക്കണമെന്നൊന്നുമില്ല, ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നോളൂ കേട്ടോ. ബീഡ് കൊടുത്തിട്ട് നമുക്കിത് ചെയ്യാം. ഫ്ലവർ ബുള്ളൻ റോസ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇത് ലാസ്റ്റത്തെ സ്റ്റിച്ചാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ. അതുപോലെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. ഒരു സ്റ്റിച്ചും കൂടെ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ ആ ഒരു ഫിനിഷിങ് വരുന്നുള്ളൂ. അപ്പോൾ ഒരു സ്റ്റിച്ചും കൂടെ ഞാൻ കൊടുക്കുന്നുണ്ട് കേട്ടോ. എല്ലാവരും അത് ചെയ്ത് നോക്കാം കേട്ടോ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം കേട്ടോ.